പിന്നെ മറ്റൊരു ചോദ്യമുള്ളത് ഒരു പെൺകുട്ടിയാണ്. അവൾ ഓൺലൈനിലൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ പരീക്ഷ മറ്റൊരു നാട്ടിലാണ്, തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടെ 5 ദിവസത്തെ പരീക്ഷ ഉണ്ട്. അപ്പോൾ അവിടെ പോകണം. അവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ട്. അവരെന്നെ കൊണ്ടുപോയി അവിടെ പിന്നെ താമസിപ്പിച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് കൊണ്ടുവരും. അപ്പോൾ കൂടെ യാത്ര ചെയ്യാൻ ഭർത്താവ് നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ പോകുന്നതൊരു തെറ്റാണെന്നാണ്. ഇനി മറ്റുള്ളവരുണ്ടോ ഇല്ലെന്ന് അവർ ചോദിച്ചിട്ടില്ല. ഇനി വാപ്പുണ്ടോ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഒറ്റക്കായിരിക്കും എന്നുള്ളതിലായിരിക്കും ആ ചോദ്യം വന്നിട്ടുണ്ടാകുക. അപ്പോൾ അതിനെന്താണ് അങ്ങനെ പോകുന്നത് തെറ്റാണ്? ഇത്രയും ഒരു ദൂര സ്ഥലത്തേക്ക് ഇത്രയും നീണ്ട ദിവസം ഒരു സ്ത്രീ മഹറമില്ലാതെ യാത്ര ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു മഹറമിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യേണ്ട, രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ നമുക്കൊരു മതപരമായ അടിസ്ഥാനത്തിൽ നിന്ന് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ സ്വാഭാവികമായി എന്താണ്, പല ആളുകളും മഹറമില്ലാതെ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്, പല ജോലിക്കും പോകുന്ന ആളുകളുണ്ട്, ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവരെങ്ങനെയാണ് പോകുന്നത്, കൂടെ വേറെ സ്ത്രീകളെ കൂടെ പോവുകയാണോ, ഒരു സ്ത്രീകൾ ഒന്നിച്ചൊരു ജമാഅത്തായിട്ട് പോവുകയാണോ, മനസ്സിലായില്ലേ? അത് പോണ സമയത്ത് അതുവരെ ആർക്കെങ്കിലും ഒന്ന് പോയി കൊടുക്കാൻ പറ്റുമോ? പിന്നെ ആ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് പോരുമ്പോൾ അവിടെ കൊണ്ടുവരുന്നൊരു സംവിധാനം ഏർപ്പെടുത്താൻ പറ്റുമോ? ഇത് എങ്ങനെയാണ് ഇവർ പോകുന്നത് എന്താണെന്നുള്ളതൊക്കെ അവരുടെ സാഹചര്യം അനുസരിച്ച് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു പൊതുവായി ഒരു ബേസ്, ഇസ്ലാമിൻ്റെ ഒരു ബേസ് വെച്ച് പറയുകയാണെങ്കിൽ എന്തുള്ളൂ, ഒരു സ്ത്രീ എന്ത് ചെയ്യണം, എവിടെ പോവുകയാണെങ്കിലും അവളുടെ കൂടെ എന്ത് വേണം, മഹറമായ ഒരു പുരുഷൻ വേണമെന്ന നിയമമാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട എന്നോ അതില്ലാതെ പോകാമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ സാഹചര്യം എന്താണെന്ന് പരിശോധിച്ച് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാളോട് അവിടെ സാഹചര്യം വെച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവരുടേതായ നിലക്കുള്ള ഉത്തരങ്ങൾ കിട്ടും. ഇതേ നമുക്ക് പൊതുവായി പറയാൻ പറ്റുള്ളൂ. അന്യനാട്ടിൽ പോകുമ്പോൾ എന്തായാലും സൂക്ഷിക്കാൻ നല്ലതാണ്.